ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശത്രു രാജ്യങ്ങളുടേത് മാത്രമല്ല ആരുടെയും കളി അനുവദിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുകയാണ് ഇന്ത്യൻ നാവികസേന. അയൽ രാജ്യങ്ങൾക്ക് പോലും കാവലായി ഓടിയെത്തുന്ന സൈന്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെയും ഒക്കെ ഇടപെടൽ തടയുന്നതിനായി അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ 11 അന്തർവാഹിനികളും 35 യുദ്ധക്കപ്പലുകളും വിന്യസിച്ചിരിക്കുകയാണ്. 10 യുദ്ധക്കപ്പലുകൾ അറബിക്കടലിലും സൊമാലിയയുടെ കിഴക്കൻ തീരത്തും മറ്റുള്ളവയെ ബംഗാൾ ഉൾക്കടലിലുമാണ് വിന്യസിച്ചിരിക്കുന്നത്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവിടെയും യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട്. 6 യുദ്ധക്കപ്പലും 1 സാറ്റലൈറ്റ് ട്രാക്കിംഗ് കപ്പലും ഉൾപ്പെടെ 13 ചൈനീസ് കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് അടിയന്തര നടപടിയുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നത്. അടുത്ത കാലത്തായി ശത്രു രാജ്യങ്ങൾക്കും കടൽ കൊള്ളക്കാർക്കും ശക്തമായ താക്കീതാണ് ഇന്ത്യ നടത്തിവരുന്നത്. വിവിധ ഓപ്പറേഷനുകളിലായി 27 പാകിസ്ഥാനികളും 30 ഇറാനികളുമടക്കം 100-ലധികം പേരെയാണ് ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയത്. ഓപ്പറേഷൻ സങ്കൽപ് ഉൾപ്പെടെയുള്ള അറബിക്കടലിലെ കടൽക്കൊള്ള വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ 45 ഇന്ത്യക്കാരെയും 65 വിദേശ പൗരന്മാരെയും ഉൾപ്പെടെ 110 പേരെ രക്ഷിച്ചതായാണ് നാവികസേന വ്യക്തമാക്കിയിരിക്കുന്നത്. അറബിക്കടലിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 10 യുദ്ധക്കപ്പലുകൾ, P-80I നിരീക്ഷണ വിമാനം, സീ ഗാർഡിയൻ ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേന പിടികൂടിയ 35 സൊമാലിയൻ കടൽ കൊള്ളക്കാരെ മുംബൈയിലെത്തിച്ച് പോലീസിന് കൈമാറിയിരുന്നു. ഇന്ത്യയുടെ പേരിലാണ് ഇന്ത്യൻ മഹാസമുദ്രം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ മേഖലയുടെ സുരക്ഷിതത്വം നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ വ്യക്തമാക്കിയിരുന്നു. ഇത് ഇന്ത്യൻ മഹാസമുദ്രമാണ്, നമ്മുടെ പേരിലാണിത് നാമകരണം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ നടപടിയെടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നടപടിയെടുക്കേണ്ടത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുരക്ഷിതത്വമുണ്ടെന്ന് ഉറപ്പാക്കാൻ ഭാരതീയ നാവികസേന വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്.